അനേകായിരങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് വഴി തുറന്നു നൽകിയ കുറവലങ്ങാട് ദേവമാതാ കോളേജ് പ്രവർത്തന പന്ഥാവിൽ വലിയൊരു മുന്നേറ്റം നടത്തിയിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ദേവമാതാ കോളേജിനെ പഠിച്ച് ബോധ്യപ്പെട്ട് മനസ്സിലാക്കി ദേവമാതയുടെ അർഹതയ്ക്കുള്ള വലിയൊരു അംഗീകാരം നൽകിയിരിക്കുന്നു. ദേവമാതാ കോളേജ് ഇനി മുതൽ സ്വയംഭരണ പദവിയുള്ള കോളേജുകളുടെ പട്ടികയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. ദേവമാതാ കോളേജ് ഓട്ടോണമസ് കോളേജുകളുടെ പട്ടികയിൽ ഇടം തേടിയിരിക്കുകയാണ്. ഈ വലിയ മുന്നേറ്റത്തിന്റെ വേളയിൽ ഇന്നലകളിൽ ദേവമാതയെ അധ്വാനം കൊണ്ടും സമയം കൊണ്ടും സമ്പത്ത് കൊണ്ടും വേറിട്ട ചിന്തകൾ കൊണ്ടും എടുത്തുയർത്തിപ്പിടിച്ച ആളുകളെ, സാഹചര്യങ്ങളെ ഒന്ന് നോക്കിക്കാണുകയാണ്. എവിടെയും എക്കാലത്തും വേറിട്ട് ചിന്തിക്കുന്നവരുടെ കൂട്ടായ്മയാണ് വലിയ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വഴി തുറന്നിട്ടുള്ളത്. 1960കളിൽ കുറവലങ്ങാട്ടും ഇത്തരമൊരു യുവജന കൂട്ടായ്മ നിലനിന്നിരുന്നു. യുവജന കൂട്ടായ്മ എന്നാൽ പ്രബുദ്ധരായ, ചാലകശക്തിയായി പ്രവർത്തിക്കുവാൻ കഴിയുന്ന, പ്രേരണാത്മകമായ ആശയവിനിമയത്തിലേക്ക് സമൂഹത്തെയും തങ്ങൾ ഉൾക്കൊള്ളുന്ന സമുദായത്തെയും വലിച്ചടിപ്പിക്കാൻ കഴിയുന്ന ഒരുപറ്റം ആളുകളുടെ കൂട്ടായ്മ. അന്നും ഇന്നുമൊക്കെ ഗ്രന്ഥശാലകൾ ഇത്തരം ഇടങ്ങളാണ്. കുറവലങ്ങാട്ടും അത്തരം ഒരു ഗ്രന്ഥശാല, ഒരു ലൈബ്രറി പ്രവർത്തിച്ചു. ആ ലൈബ്രറിയിൽ എല്ലാ സായാഹ്നങ്ങളിലും വിദ്യാസമ്പന്നരായ ഒരുപറ്റം ആളുകൾ ഒരുമിച്ച് ചേർന്നിരുന്ന് തങ്ങളുടെ അറിവ് പങ്കുവയ്ക്കുകയും അറിവ് സാംശീകരിക്കുകയും ഒപ്പം നാടിന് നേട്ടമാകുന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ചകളും നടത്തിപ്പോരുന്നത് സാധാരണമായിരുന്നു. ഇന്നും അത്തരത്തിലുള്ള പരിശ്രമങ്ങൾ പലയിടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നതും. ഇങ്ങനെ ലൈബ്രറിയിൽ സാധാരണ ഒരു ദിവസം ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് പത്രത്തിൻ്റെ 1-ാം പേജിലുള്ള വലിയ അക്ഷരങ്ങളിലുള്ള, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ലീഡ് സ്റ്റോറി ശ്രദ്ധയിൽപ്പെടുന്നത്. സംസ്ഥാനത്ത് ജൂനിയർ കോളേജുകൾ അനുവദിക്കുന്നു എന്ന മുഖ്യമന്ത്രി ആർ ശങ്കറിന്റെ പ്രഖ്യാപനമായിരുന്നു. ഈ ഒരു ചെറിയ സ്പാർക്ക് പ്രബുദ്ധരായ, സാമൂഹിക പ്രതിബദ്ധതയുള്ള, തങ്ങളുടെ നാടും വരും തലമുറയും വളരണമെന്ന് ആഗ്രഹിക്കുന്ന ആ യുവജന കൂട്ടായ്മയ്ക്ക് അടങ്ങിയിരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് സമ്മാനിച്ചത്. പിന്നീട് അങ്ങോട്ട് ചർച്ചകളുടെ വലിയ ഒരു വേലിയേറ്റമാണ് ആ ലൈബ്രറിയിൽ ഉയർന്നു കേട്ടതും കണ്ടതും. അവർക്ക് ഇരിക്കാൻ കഴിഞ്ഞില്ല. നമുക്കും നേടണം ഒരു ജൂനിയർ കോളേജ് എന്നൊരു ചർച്ച അവരെ നടത്തി. പിന്നീട് ദേവമാതാ കോളേജിന്റെ പ്രിൻസിപ്പളായി മാറിയ എബ്രാഹിം എം നിതീരി ആയിരുന്നു ഈ ചർച്ചകളിൽ പ്രധാനി. വിജി ആന്റണി, പിന്നീട് കേന്ദ്രീയ വിദ്യാലയത്തിന്റെ പ്രിൻസിപ്പളായി മാറിയ TM ജോർജ് തെക്കേടത്ത്, മാത്യു എം പാറ്റാനി എന്നിങ്ങനെയുള്ള 4 ആളുകൾ തലയ്ക്ക് പിടിച്ച ഒരാവേശം എങ്ങനെയും ഇറക്കി വെച്ച് അത് അവരുടെ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമം ആരംഭിച്ചു. അന്നുമിന്നും കുറവലങ്ങാടിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു വലിയ വികസന മുന്നേറ്റം നടത്താൻ ശക്തിയുള്ളതും സ്രോതസ്സായുള്ളതും കരുത്തുള്ളതും കുറവലങ്ങാട് ഇടവക ദേവാലയത്തിന്. മുൻപറഞ്ഞ 4 പേരും കുറവലങ്ങാട് ഇടവകക്കാരാണ്. പ്രമുഖരായ കുടുംബങ്ങളിൽ ജന്മം കൊണ്ടവരാണ്. ഇടവക ദേവാലയത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ്. ദേവാലയത്തിന്റെ ചിന്താഗതികളെ സ്വാധീനിക്കാൻ കഴിവുള്ളവരും. പൊതുകാര്യ പ്രവർത്തകരാകുക സ്വാഭാവികമായും അങ്ങനെയാണ്. അവരെന്താണെങ്കിലും കൂടി ആലോചിച്ച് അവർ കുറവലങ്ങാട് ഇടവക വികാരിയെ കാണാൻ തീരുമാനിച്ചു. ഏറെ ബഹുമാന്യനായ ഫാദർ പോൾ ആലപ്പാട്ട് അച്ഛനാണ് കുറവലങ്ങാട്ടെ വികാരി. 4 പേരടങ്ങുന്ന സംഘം വികാരി അച്ഛനെ നേരിട്ട് കണ്ട്, സംസ്ഥാനത്ത് ജൂനിയർ കോളേജുകൾ അനുവദിക്കുന്നു, നമുക്കും ഒരെണ്ണം സംഘടിപ്പിക്കണം. അത് ഇടവക ദേവാലയത്തിന് നടത്താവുന്ന ഏറ്റവും വലിയൊരു നിക്ഷേപമാണ്, ഭാവി തലമുറയ്ക്കുള്ള വലിയൊരു നിക്ഷേപമാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയും.
അവരുടെ ആലോചനകൾക്ക്, അവരുടെ ചിന്താഗതികൾക്ക്, അവരുടെ ആഗ്രഹങ്ങൾക്ക് കുറച്ചുകൂടി ശക്തമായി വഴിമരുന്നിട്ടുകൊണ്ടുള്ള നിലപാടാണ് വികാരിയച്ഛൻ ആലപ്പാട്ട് പോളച്ചൻ സ്വീകരിച്ചത്. പിന്നീട് അങ്ങോട്ട് വലിയ ആവേശത്തേരിലേറിയുള്ള ജൈത്രയാത്രയുടെ ഒരു ആരംഭം കുറിക്കുകയാണ്. ഈ 4 പേരും ചേർന്ന് തങ്ങൾക്ക് സാധ്യമായ രീതിയിലുള്ള വിവരശേഖരണമൊക്കെ നടത്തി. എന്നാൽ അത്രയും പോരാ എന്നുള്ളത് കൊണ്ട് പൊതുകാര്യ പ്രസക്തരായ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയോട് ചേർന്ന് നിൽക്കുന്ന കുറച്ചു പേരെ കൂടി ചേർത്ത് നിർത്താനുള്ള അവരുടെ ഒരു വലിയ മനസ്സ് പിന്നീട് വിജയം കണ്ടു. ഷെവലിയർ VC ജോർജ് ആയിരുന്നു അവർ കണ്ടെത്തിയ ഇത്തരം ചിന്താരത്നങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ആൾ. വിദ്യാഭ്യാസ രംഗത്ത് തന്നെ പ്രവർത്തിക്കുന്ന NA ജോൺസൺ അവരാശ്രയിച്ചു, പലകുറി സംസാരിച്ചു. യൂത്തന്മാരാണ്, അവരുടെ ആഗ്രഹങ്ങൾ അങ്ങനെ വെറുതെ വിട്ടുകളയാൻ കഴിയില്ല എന്ന് കരുതി NA ജോൺസാറും അവരുടെ ഒപ്പം ചേർന്നു. നാട്ടിലെ പൊതുകാര്യ പ്രസക്തനായിരുന്ന ശ്രീ V ഉതുപ്പ് വെള്ളായിപ്പറമ്പിൽ ഈ 4 പേരോടൊപ്പം പ്രമുഖരായ 3 ആളുകൾ കൂടി ചേർന്നപ്പോൾ അവർ 7 പേരായി മാറി. ഈ 7 പേർക്ക് നേതൃത്വം കൊടുക്കാൻ കുറവലങ്ങാട് വികാരിയായിരുന്ന, ആത്മീയ രംഗത്തിനൊപ്പം സാമൂഹിക സാമുദായിക രംഗങ്ങളിൽ അന്നും ഇന്നും ഒരുപോലെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന കുറവലങ്ങാട്ടെ വികാരി അച്ഛൻ കൂടി പച്ചക്കൊടി കാണിച്ചതോടുകൂടി തീരുമാനങ്ങൾ, നിർദ്ദേശങ്ങൾ സജീവമാണ്. പഴമക്കാരുടെ മനസ്സിൽ അന്ന് നിന്നും ഓർമ്മയിലുള്ള വലിയൊരു പ്രസംഗമുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് കുറവലങ്ങാട് മുന്നേറ്റം നടത്തുമ്പോൾ കുറവലങ്ങാട് ഇടവകയ്ക്ക് കീഴിൽ 2 ഹൈസ്കൂളുകളും 2 LP സ്കൂളുകളും 1 ഹയർ സെക്കൻഡറി സ്കൂളും ഇപ്പോൾ ഓട്ടോണമസ് കോളേജും സ്വന്തമായി എത്തുമ്പോൾ 1963 കുറവലങ്ങാട് ഇടവകയുടെ മദ്ബഹയിൽ മുഴങ്ങിക്കേട്ട ഒരു ശബ്ദം ആർക്കും മറക്കാൻ കഴിയില്ല. അത്രമാത്രം ഘനഗംഭീരത്തോടെ, ഒരിക്കലും കാണാത്ത വലിയ ആവേശത്തോടു കൂടി അന്ന് വികാരിയച്ഛൻ പ്രസംഗിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്കും വേണം ഒരു കോളേജ്. ഈ ഇടവകയ്ക്ക്, ഈ നാടിന് സമ്മാനിക്കാൻ കഴിയുന്ന വലിയ ഒരു സംഭാവനയായിരിക്കും അത്. അതിനുവേണ്ടി നിങ്ങൾ സ്ത്രീകൾ ഒരു കാര്യം ചെയ്യണം. ഇന്നു മുതൽ കോളേജിന്റെ നിർമ്മാണത്തിന് വേണ്ടി 1 പിടി അരി ശേഖരിക്കണം. നിങ്ങൾ അരി അളന്ന് വേവിക്കാൻ ഇടുമ്പോൾ അതിൽ നിന്ന് 1 പിടി അരി എടുത്ത് മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് ഇടണം, നമ്മുടെ കോളേജിന് വേണ്ടി. തീർന്നില്ല, ഞാനും കൈക്കാരന്മാരും കമ്മിറ്റിക്കാരും നിങ്ങളുടെ വീടുകളിലേക്ക് വരും. നമ്മുടെ കോളേജ് പണിയാൻ നമുക്ക് തടി വേണം, നിങ്ങൾ തടി തരണം. നിങ്ങളുടെ നാട്ടിൽ നിൽക്കുന്ന, നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന മരങ്ങൾ നാളെയുടെ തലമുറയ്ക്ക് വേണ്ടി സംഭാവനയായി നിങ്ങൾ നൽകണം. അവിടെയും അച്ഛൻ നിർത്തിയില്ല. നിങ്ങൾ സാമ്പത്തികമായി സഹായിക്കണം. നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന തെങ്ങ്, മറ്റ് ഫലം തരുന്ന വരുമാന മാർഗങ്ങൾ ഇതിലേക്ക് നിങ്ങൾ മാറ്റിവെക്കണം. അതിൽ നിന്നുള്ള ആദായം പള്ളിയെ ഏൽപ്പിക്കണം. നാം വലിയ നിക്ഷേപം നടത്തുകയും ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ള വലിയ നിക്ഷേപം നടത്തുകയും. അച്ഛന്റെ പ്രസംഗം അതേ വികാരത്തോടെ ഇടവക ജനം ഏറ്റെടുത്തു. കോളേജിന് വേണ്ടി അപേക്ഷ നൽകി. അപേക്ഷ നൽകിയ സമയത്ത് പള്ളി, ഇടവക നേതൃത്വം കോളേജ് വേണമെന്ന് ആഗ്രഹിച്ചവരൊക്കെ ഏറെ ആശങ്കയോടെ നേരിടേണ്ടി വന്ന ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഈ കോളേജ് നടത്തിക്കൊണ്ടു പോകാൻ മതിയായ സാമ്പത്തിക സുരക്ഷിതത്വം, സാമ്പത്തിക ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള പശ്ചാത്തലം ഈ കോളേജിന്റെ മാനേജ്മെന്റിന് ഉണ്ടാവണം എന്നുള്ളതായിരുന്നു വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് ബന്ധപ്പെട്ട കമ്മിറ്റിക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ അവരുടെ ആഗ്രഹങ്ങൾക്ക് അപ്പുറത്തേക്ക് മറ്റൊരു മൂലധനം അവർക്കുണ്ടായിരുന്നില്ല. അവർ ഒത്തുകൂടി വീണ്ടും ചർച്ച ചെയ്തു. അപേക്ഷ സർക്കാർ പരിഗണിച്ചു. കുറവലങ്ങാട് പോലൊരു ഗ്രാമീണ മേഖലയിൽ സ്ത്രീകളടക്കം, പെൺകുട്ടികളടക്കമുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള സാഹചര്യത്തെ സർക്കാർ അതീവ ഗൗരവകരമായി കണ്ടു. താമസിയാതെ കോളേജ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കമ്മീഷനെ സംസ്ഥാന സർക്കാരിന് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നിയോഗിച്ചു. അക്കാലത്ത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ അധ്യാപകനായിരുന്ന ഡോക്ടർ VR പിള്ളയായിരുന്നു അതിന് തലവൻ. അദ്ദേഹത്തോടൊപ്പം കമ്മീഷൻ അംഗമായി
NSS കോളേജിൽ അധ്യാപകനായിരുന്ന ഗോപിനാഥ പിള്ള സാറും എത്തി. ഇവരുടെ മുമ്പിൽ തെളിയിക്കേണ്ടിയിരുന്ന വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. ഈ കോളേജ് അനുവദിച്ചു നൽകിയാൽ കോളേജിന്റെ ദൈനംദിന ചെലവുകൾ, അധ്യാപകരുടെ ശമ്പളം, വിദ്യാർത്ഥികൾക്ക് വേണ്ടി വരുന്ന സാമ്പത്തിക ആവശ്യങ്ങൾ എല്ലാം നിറവേറ്റാൻ ഞങ്ങൾക്ക് കഴിവുണ്ട്, തങ്ങൾ ശക്തരാണ് എന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് പറയണം. വികാരി അച്ഛൻ പ്രാർത്ഥനയിൽ ആശ്രയിച്ചു. കൂട്ടത്തിലുള്ള ആളുകളോട് ആലോചന നടത്തി. ഒടുവിൽ അവർ തീരുമാനിച്ചു, നമ്മുടെ വിശ്വാസത്തിന്റെ പ്രതീകമായി പൊന്നിൻ കുരിശ് അവരെ കാണിക്കുക. പൊന്നിൻ കുരിശെടുത്ത് അവര് പള്ളിക്കുള്ളിൽ പ്രതിഷ്ഠിച്ചു. കമ്മീഷൻ എത്തിയപ്പോ പള്ളിക്കുള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പൊന്നിൽ തീർത്ത വലിയ കുരിശ് വികാരിയച്ഛൻ കമ്മിറ്റിക്കാരും ചേർന്ന് അവരോട് പറഞ്ഞു, വേണ്ടി വന്നാൽ വലിയ വിലമതിക്കുന്ന ഈ പൊന്നിൻ കുരിശ് വിറ്റിട്ടാണെങ്കിലും ഞങ്ങൾ കോളേജ് ആരംഭിക്കും. ഞങ്ങൾക്കതിന് സാമ്പത്തിക സ്രോതസ്സുണ്ട്, സാമ്പത്തിക ശക്തിയുണ്ട്, ഞങ്ങൾക്കതിന് കഴിയും എന്ന് പറഞ്ഞു. പൊന്നിൻ കുരിശ് കണ്ടതോടെ കമ്മീഷൻ അംഗങ്ങൾ അമ്പരന്നു. ഇത്രമാത്രം ആസ്തിയുള്ള ഒരു മാനേജ്മെന്റിന് കോളേജ് അനുവദിച്ചു നൽകുന്നതിൽ ഒന്നും ഭയപ്പെടേണ്ടതില്ല. കോളേജ് അനുവദിക്കാൻ തീരുമാനമായി. എന്താണെങ്കിലും എന്നും എക്കാലവും കുറവലങ്ങാട്ടുകാർ ആശ്രയിക്കുന്ന മുത്തിയമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ പൊന്നിൻ കുരിശ് ഇന്നും നമുക്ക് വിൽക്കേണ്ടി വന്നിട്ടില്ല. നമ്മുടെ കരിപ്പാടങ്ങൾ വിറ്റ് ധനം ശേഖരിച്ച് ഒപ്പം ജനകീയമായി ഇടവകയിൽ മദ്ബഹയിൽ നിന്ന് വികാരി അച്ഛന്റെ വാക്കുകൾ ഏറ്റുവാങ്ങിയ ഇടവകക്കാർ പിടികരി നൽകിയും പണം നൽകിയും തടി നൽകിയും ഒക്കെ നമ്മുടെ കോളേജ് ഉയർത്തപ്പെട്ടു. അനുമതി ലഭിച്ചതിന് പിന്നാലെ വികാരി അച്ഛൻ കോളേജിന്റെ മാനേജരായിരുന്നു. മാനേജർ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി യോഗ്യരായ അധ്യാപകർ കോളേജിൽ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. യോഗ്യരായ അധ്യാപകരെ എങ്ങനെ കണ്ടെത്താൻ കഴിയും? വലിയ പൊല്ലാപ്പായി. മുൻപ് ചർച്ചകൾക്ക് എത്തിയവരെ ആലോചനക്കാരെ തന്നെ വികാരി അച്ഛൻ വിളിച്ചു. നല്ല മിടുമിടുക്കരായ അധ്യാപകർ. അന്നും ഇന്നും ദേവമാതായുടെ ഏറ്റവും വലിയ മൂലധനം മിടുക്കരായ അധ്യാപകർ തന്നെ. വിദ്യ തേടി എത്തുന്നവരെ മക്കളായി കരുതി വിദ്യ സമ്മാനിക്കുന്ന അധ്യാപക ലോകമാണ് ദേവമാതയുടെ ഏതൊരു നേട്ടത്തിന് പിന്നിലും പ്രവർത്തിക്കുന്നത്. അന്വേഷണം മാറിവാനിയൂസ് കോളേജിലെത്തി. ഡോക്ടർ N.A. തോമസ് അച്ഛനെ ദേവമാതയിലേക്ക് പ്രിൻസിപ്പളായി ക്ഷണിക്കാൻ തീരുമാനിച്ചു. വലിയ നിലയിലുള്ള കോളേജിൽ വലിയ ഉത്തരവാദിത്തം വഹിക്കുന്ന ഒരാളെ തുടങ്ങാൻ പോകുന്ന ഒരു കോളേജിലേക്ക് പ്രിൻസിപ്പളായി ക്ഷണിച്ചു കൊണ്ടുവരിക ആലപ്പാട്ടച്ഛന് വലിയ പ്രതിസന്ധിയായി. അച്ഛൻ്റെ ആത്മാർത്ഥമായ ക്ഷണം അംഗീകരിക്കപ്പെട്ടു. ഡോക്ടർ N.A. തോമസ് ദേവമാതാ കോളേജിലേക്ക് പ്രിൻസിപ്പളായി എത്തി. പ്രിൻസിപ്പൾ ഉണ്ട്, പക്ഷേ അധ്യാപകർ കൂടി വേണം. ചർച്ചകൾ നീണ്ടു. എന്തു ചെയ്യാൻ കഴിയും? NSS കോളേജിൽ അധ്യാപകനായിരുന്ന, അത് മനഃശാസ്ത്ര രംഗത്ത് സജീവമായി ഇടപെടലുകൾ നടത്തിയിരുന്ന അധ്യാപകൻ ആദ്യഘട്ട ചർച്ചകളിലടക്കം ആശ്രയിക്കപ്പെട്ട എബ്രാഹിം നിദീരി സാറിനോട് പറഞ്ഞു, പെരുന്നയിൽ സുരക്ഷിതമായ സാഹചര്യമുണ്ട്, ശമ്പളം കിട്ടുമെന്ന് ഉറപ്പുണ്ട്, എങ്കിലും നമ്മുടെ നാട്ടിൽ തുടങ്ങുന്ന കോളേജിലേക്ക് പോരുക എന്ന് പറഞ്ഞു. ഇടവകയോട്, നാടിനോടുള്ള വൈകാരികമായ കടപ്പാട് ഉറപ്പാക്കിക്കൊണ്ട് എബ്രാഹിം നിദീരി സാറ് കുറവലങ്ങാട്ടേക്ക് പെരുന്നയിൽ നിന്ന് പോന്നു. പിന്നീട് അദ്ദേഹം ദേവമാതാ കോളേജിന്റെ പ്രിൻസിപ്പളായി മാറി എന്നത് ദേവമാതയുടെ ഉയർച്ചയുടെ വലിയൊരു തെളിവാണ്. എബ്രാഹിം നിദീരി സാറിനോടൊപ്പം തന്നെ എന്നും ദേവമാത വിസ്മയത്തോടെ അഭിമാനത്തോടെ ഓർമ്മിക്കുന്ന അലക്സിസ് തോമസ് സാറിനും ക്ഷണം ചെന്നു. അലക്സിസ് തോമസ് സാറും എബ്രാഹിം നിദീരി സാറിനൊപ്പം ദേവമാതയിലേക്ക് പോകും. തീർന്നില്ല. ദേവമാതയ്ക്ക് വേണ്ടി ത്യാഗം സഹിച്ച ആദ്യകാല അധ്യാപകരെ പിന്നീട് പ്രിൻസിപ്പളായ പ്രൊഫസർ ജോർജ് നിദീരി സാറും. പ്രൊഫസർ ജോർജ് നിദീരി സാർ അന്ന് കൊല്ലത്ത്
കാർമൽ റാണി കോളേജിൽ, ട്രെയിനിങ് കോളേജിൽ അധ്യാപകനായി പ്രവർത്തിക്കുക. സുരക്ഷിതമായ സാഹചര്യമാണ്, ശമ്പളം കിട്ടുമെന്ന് ഉറപ്പാണ്. പക്ഷെ അതിനുമപ്പുറത്തേക്ക് നാടിനോടുള്ള വൈകാരികമായ ബന്ധം കൊണ്ട് പ്രൊഫസർ ജോർജ് ഓൻസാരും കുറവലങ്ങാട്ടേക്കുള്ള ക്ഷണം സ്വീകരിച്ചപ്പോൾ അദ്ദേഹവും പിന്നീട് പ്രിൻസിപ്പളായി മാറി. അങ്ങനെ ആദ്യകാല അധ്യാപകരുടെ, ഗുരുക്കന്മാരുടെ വലിയ അനുഗ്രഹത്തിലൂടെ ദേവമാത പ്രയാണം തുടങ്ങി. കെട്ടിട സമുച്ചയങ്ങളൊന്നുമില്ല. കോളേജിന്റെ സമീപത്തുണ്ടായിരുന്ന കുന്നേപ്പള്ളിയിലാണ് 2 ക്ലാസ് റൂമുകൾ നടക്കുക. ബാക്കി 2 ക്ലാസ് റൂമുകൾ നടക്കുക വർഷങ്ങൾക്ക് മുമ്പ് കുറവലങ്ങാട് സെന്റ് മേരീസ് ബോയ്സ് ഹൈസ്കൂളിന്റെ ഭാഗമായിരുന്ന പൊളിച്ചു മാറ്റപ്പെട്ട കെട്ടിടത്തിലാണ് 2 ക്ലാസ്സുകൾ. വിദ്യാർത്ഥികൾ ഓരോ പീരീഡും കഴിയുമ്പോൾ, ഓരോ അവറുകളും കഴിയുമ്പോൾ ഒരിടത്തു നിന്ന് മറ്റിടത്തേക്ക് ഓടി പോകേണ്ടുന്ന സാഹചര്യം. ആ പ്രതിസന്ധികളൊന്നും ദേവമാതയുടെ വളർച്ചയ്ക്ക് തടസ്സമായില്ല. അധ്യാപകരെ സംബന്ധിച്ച് നമ്മൾ സ്മരിക്കാതിരിക്കാൻ കഴിയില്ല. മാനേജ്മെന്റാണ് അവർക്ക് പ്രതിഫലം, ശമ്പളം, പണം നൽകേണ്ടത്. മാനേജ്മെന്റിന്റെ കയ്യിൽ തുടക്കക്കാരൻ എന്ന നിലയിൽ പണമില്ല. അവിടെയും അവർ ആശ്രയിച്ചത് ഇടവക ദേവാലയത്തെയാണ്. ഇടവക ദേവാലയത്തിലെ പ്രധാന തിരുനാളായ 3 നോമ്പ് തിരുനാളിനെയാണ്. 3 നോമ്പ് തിരുനാളിൽ കിട്ടുന്ന നേർച്ചപ്പണം കൊണ്ടാണ് അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുക. 3 നോമ്പ് എത്തുമ്പോഴേക്കും പല മാസങ്ങളുടെയും ശമ്പളം കുടിശ്ശികയായിരിക്കും. എന്നാൽ ഒരു പരാതിയും പറയാതെ, ഒരസ്വസ്ഥതയും പ്രകടിപ്പിക്കാതെ, പ്രതിഫലേച്ഛ കൂടാതെ തന്നെ കിട്ടിയാൽ കിട്ടട്ടെ എന്ന വിശ്വാസത്തോടു കൂടി നാടിനു വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിച്ച ആദ്യകാല അധ്യാപകരെ വളർച്ചയുടെ ഈ കാലയളവിൽ സ്മരിക്കാതിരിക്കാൻ ആർക്കും കഴിയില്ല. ദേവമാത ഇന്ന് വളർന്നു. ഓട്ടോണമസ് കോളേജുകൾക്ക് അപ്പുറത്ത് കോട്ടയം ജില്ലയിൽ തന്നെ നാക് ഗ്രേഡിംഗ് ഏറ്റവും മുന്നിലാണ് ദേവമാതയുടെ സ്ഥാനം. നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ തലനാഴിഴ കീറി പരിശോധന നടത്തിയപ്പോഴും ദേവമാതയുടെ മുന്നേറ്റം 1ാം നിരയിലാണ് എന്ന് ഇരിക്കുന്നു. NIRF-ൽ, KIRF-ൽ ദേവമാത 1ാം നിരക്കാരുടെ കൂട്ടത്തിലാണ്. ആ വളർച്ചകളെല്ലാം തുടർച്ചകളാക്കി മുന്നോട്ടി കൊണ്ടുപോകുന്നതിലൂടെയാണ് ഓട്ടോണമസ് പദവിയിലേക്ക് ദേവമാത കോളേജ്